വലിയൊരു കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന പ്രതീതിയായിരിക്കും അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. മുകളിൽ താമസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, കാരണം ഇവർക്ക് എക്സ്ട്രാ ഒരു വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ കുട്ടി വലുതായി അവർക്ക് മറ്റൊരു വീട് വയ്ക്കാനുള്ള സ്ഥലം തന്നെ ഇവിടെ ഒരു കോട്ടയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഭാവിയിൽ വേണമെങ്കിൽ റൂമാക്കി എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇടുങ്ങിയ വഴിയിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നതാണല്ലോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലുള്ള ഒരു ഒന്നാന്തരം വീട് കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. കമോൺ എവരിബഡി ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ചേർത്തലയിലാണ്. ഇത് പ്രണോയ് ലാൽ, ആർക്കിടെക്ട് പ്രണോയ് ലാൽ, വെറും ലാലല്ല. ബ്രോ, നിങ്ങളാണ് ഇതിന്റെ ആർക്കിടെക്ട്. പാരലൽ പ്രൊജക്ട്സ് എന്നാണ് നമ്മുടെ ഫേമിന്റെ പേര്. എത്ര നാളായി ഈ വീടിന്റെ പണി കഴിഞ്ഞിട്ട്? ഇപ്പോൾ ഒരു 4 to 5 months ആയി. യെസ്, വലിയൊരു ലാൻഡ്സ്കേപ്പ്. അതായത് റോഡിൽ നിന്ന് കുറച്ചധികം ദൂരം നടന്നു വന്നിട്ട് വേണം നമുക്ക് ഈ വീട്ടിലോട്ട് കയറാനായിട്ട്. അറൗണ്ട് 40 meters ഉണ്ട്. 40 അല്ല, അതിലേറെ ഉണ്ട്. 100 മീറ്ററിന് അടുത്ത് നീളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ വഴി നീളം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല ഈ പെബിൾസ് അല്ലേ, പെബിൾസ് ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് തന്നെ വീടിൻ്റെ പല ഭാഗത്തും തീമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലാൻഡ്സ്കേപ്പിനും വീടിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ വീട്. ഒരു ട്രോപ്പിക്കൽ ഹോം ആണോ അത്? അങ്ങനെ വേണേൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ അത് മെയിൻലി നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ട് അതിൻ്റെ റൂഫൊക്കെ ചെയ്തു. അതിനോടൊപ്പം തന്നെ കളർ തീമും ഒരു എർത്ത് ആൻഡ് ടോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിറയെ കോട്ടയാടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഈ പ്ലാന്റ്സുകളൊക്കെ വെറൈറ്റികളായിട്ട് പല സ്ഥലങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പേഷ്യോ സ്പേസും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ ക്ലയൻസിന് വീട്ടുകാർക്ക് തന്നെ രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലൊരു ബോഡി ഉണ്ട് ഇവിടെ. ബാക്കിലായിട്ട് തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊരു വോളും അതിന് വാട്ടർ ബോഡിയും. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ സൈഡിലെ എലിവേഷനും. നമുക്ക് ഈ വഴി കൂടെ തന്നെ നമുക്ക് ബാക്ക് യാർഡ് യൂസ് ചെയ്യാനായിട്ട് ഒരു നേരെ ഒരു വഴിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ആലപ്പുഴയുടെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനെയല്ലേ, ഇപ്പം ഫുള്ള് നിരന്ന്. അത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും സൈക്കിളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. നിരന്ന സ്ഥലമുള്ള ഒരുപാട് കുളമുള്ള ജില്ല. കുളം കുഴിച്ചാൽ വെള്ളം പെട്ടെന്ന് അങ്ങനെ ഒരുപാട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോണ്ടൂർ ഒരിക്കലും ലെവലാക്കേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്ക് ഫുൾ സൈഡിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രീറ്റ് ചെയ്താൽ മാത്രം മതി. ഒന്ന് ഇങ്ങനെ കാലും കൊണ്ടെങ്കിൽ തട്ടി മതി. ഇത് സിറ്റ് ഔട്ട് ആണ്. ഇതാണ് ഒരു മണ്ണിന്റെ സ്വഭാവമുള്ള ഫ്ലോർ. ഇത് എന്താണ് ചെയ്തിരിക്കുന്നത്? ജയ്സാൽമർ സ്റ്റോൺ ആണ്. കയറി വരുമ്പോൾ നമ്മൾ നേരെയുള്ള പാസേജ് മാത്രം ഒന്ന് വേറൊരു മൂഡിലാണ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡാണത്. അവിടെ നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ കിട്ടാനായിട്ട് തന്നെ നമ്മളൊരു ഫുൾ വിൻഡോ അവിടെ വാസ്തു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ, നേരെ അങ്ങോട്ട് പോകും. ഇവിടെ ലിവിങ് സ്പേസ് ആണ്, നമ്മുടെ ഫോർമൽ ലിവിങ്. അതും നമ്മുടെ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള ആ ഇത് തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ? അത് ജയ്സൽമറിനെ എവിടെയും ചെയ്തേക്കുന്നത്. ഓക്കെ. ഇൻകേസ് ആരെങ്കിലും വന്നാൽ നമുക്ക് മെയിൻ നമ്മുടെ വീടിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാത്ത രീതിയിൽ ഇവിടെ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഗസ്റ്റിനെയൊക്കെ. അപ്പോൾ അവർക്കൊരു സൂതിങ്ങിന് വേണ്ടി 2 കോർട്ട്യാർഡ്സ് ഇവിടെ ഒരു വാട്ടർ ബോഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിറ്റ് ഔട്ടും ലിവിങ് സ്പേസും ഉണ്ട്. പിന്നെ അവിടത്തേക്ക് ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇവിടെ നമുക്ക് നേരെ വീട്ടുകാർക്ക് നേരെ ഈ പോണ്ടിലേക്ക് ഒരു ആക്സസ് കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കുകയല്ലേ വെള്ളം. ഇവിടെ നമുക്ക് ഇപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ താഴത്തേക്ക് കാലൊക്കെ ഇട്ടിരിക്കാറുണ്ട്. കുറച്ചുകൂടെ വെള്ളം പൊന്തിക്കുകയാണെങ്കിൽ ചെറിയ പിള്ളേർക്ക് നീന്തുകയും ചെയ്യാം. ആ പോണ്ടിന്റെ സൈസ് തന്നെ ഒരു കോർട്ട്യാർഡ്. അതെ, ഇതൊരു ചെറിയൊരു കോട്ട എന്ന രീതിയിൽ ഫിഡിൽ ഫിഗ് എന്നതിന് പറയുന്നത്. അതിന്റെ ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. തേക്കിന്റെ ഇല പോലെ ഇരിക്കുന്നത് അത് തന്നെയാണോ? അതെ, ഇത് ഫിഡിൽ ഫിഗ് ആണ്, ടീക്കല്ല. ഇത് നമ്മൾ നേരത്തെ പുറത്ത് ചെയ്ത സ്റ്റോണിന്റെ ബാക്കി വന്നത് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ യഥാർത്ഥ വീടിന്റെ ഉള്ളിലേക്ക് കയറി. അതെ, ഇവിടുന്ന് ഇരുവശങ്ങളായി വീട് നമുക്ക് പല ഏരിയകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് സ്പേസ് ഇങ്ങോട്ടേക്ക് വരുന്നു, ഫാമിലി ലിവിങ് സ്പേസ്, കിച്ചൺ ഒക്കെ ഈ ഒരു സെഗ്മെന്റിലാണ് വരുന്നത്. ഒപ്പം മുകളിലേക്കുള്ള അത് ഇതിലേ പോകുന്നത് ഒരു സ്റ്റെയർ, ഹിഡൻ ആണ് പറയാം. നമ്മൾ കയറി വരുമ്പോൾ അതങ്ങനെ കാണും, വിഷ്വലി വിസിബിൾ അല്ലത്. ഓക്കെ. അത് അതിലേ വേണം എൻട്രി കൊടുത്തിരിക്കുന്നത്. ഹിഡൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പകുതിക്ക് അതിലേ കയറി പോകുന്ന നമുക്ക് സംശയം തോന്നുന്നു, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ്. അതെ, ഇത് ഫാമിലി ലിവിങ്, ഇത് ഡൈനിങ്, അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കിച്ചണും വരുന്നു. അതെ, ഒരു 6 ചെയർ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കട്ടിലിൻ്റെ വലിപ്പമുള്ള ഒരു ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ആ കോട്ടയാടിലേക്കാണ് മിഴി തുറക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ആക്കി ഇടാം. അതേപോലെ ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് വിഷ്വലി നമുക്ക് കണ്ടിട്ട് എന്നതാന്ന് ചോദിക്കാം അല്ലേ. ഓക്കെ, അവിടെ ഇരിക്കും, ഇപ്പോൾ വരാമെന്ന് പറയാം. അങ്ങനെ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയി വേറൊരു കാര്യം. ഇവിടെ നമുക്ക് ഈ നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന റൂഫിംഗ് പാനൽ, അത് ഒരു വുഡൻ പാനലിംഗ് ആണ്.
അതെ, വുഡൻ പാനലിംഗ് ആണ്. പ്ലൈവുഡ് ബേസിൽ വുഡൻ റീപ്പേഴ്സ് തന്നെ ഒട്ടിച്ചെടുത്ത് പോളിഷ് ചെയ്തതാണ്. ത്രൂ ഔട്ട് അങ്ങ് വരെ പോകുന്നുണ്ട്. നമ്മൾ വീടിന്റെ എലിവേഷനിൽ അത് സ്ട്രൈപ്സ് മുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു തീം ഫോളോ ചെയ്തിട്ട് ചെയ്തതാണ്. റൂഫിംഗ് എങ്ങനെ സാൻഡ്വിച്ച് പാനലിംഗ് ആണോ? സാൻഡ്വിച്ച് അല്ല, നമ്മുടെ നോർമൽ ടൈൽസ് ആണ്, അതായത് ക്ലേ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു അലുമിനിയത്തിന്റെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് റേഡിയൻ മെമ്പർ എന്ന് പറയും, ചൂട് കുറയ്ക്കാൻ വേണ്ടി. അതിന്റെ താഴെയായിട്ട് നമ്മൾ വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് കയറാം. ഒരു വലിയ നല്ല വലിപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ബാർ കൗണ്ടർ എന്നൊക്കെ പറയാം. 2 ചെയർ ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തത്. ഇത് നമ്മുടെ കിച്ചണാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഡൈനിങ്, ആ ബേ വിൻഡോ, ഇത്രയും ഒരു ഫാമിലി സ്പേസ് ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. അപ്പൊ അത് ഇവിടെ ഇപ്പൊ ഓണം വെക്കേഷൻ ഒക്കെ ആയാലും എല്ലാവരും വരുമ്പോൾ അത് നമുക്ക് നല്ല വിസിബിൾ ആക്കി. ഈ ഹൗസ് വാമിംഗ് നടന്നത് ആ സമയത്തായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും എല്ലാവരും തമ്മിൽ ഭയങ്കര ഇവിടെ ഇരുന്നിട്ടാണ് അവർ ഇന്ററാക്ട് ചെയ്യുക. സിങ്കായി. അതെ അതെ. ഇപ്പൊ കാണുന്ന എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ മാറി. അല്ലാതെ ഒരു കിച്ചൺ ഇനി സങ്കല്പിക്കാൻ പറ്റില്ല. അതെ, ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ഇന്ററാക്ഷനിലേക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ വീട്ടിലെ കുട്ടി വലുതായി അവർക്ക് മറ്റൊരു വീട് വയ്ക്കാനുള്ള സ്ഥലം തന്നെ ഇവിടെ ഒരു കോട്ടയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു കോട്ടയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഏരിയയില്ലേ, വീടിന്റെ ഒരു പകുതി എന്നല്ല, ഈ നമ്മളീ കണ്ട ലിവിംഗ് സ്പേസും അത്ര തന്നെ നമ്മൾ കോട്ടയാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാം. പുറത്തേക്ക് മുറ്റത്ത് ഇരിക്കാതെ ഇവിടെ ഈവനിംഗിൽ. എന്തിന് ഇത് തന്നെയല്ലേ മുറ്റം? അതെ, ഇത് തന്നെ മുറ്റമാണത്. അത് പറമ്പെന്ന് വിളിക്കാം. ഇത് വലിയൊരു മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. 2 ടെർമിനൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് വലുതായി ഇതിന്റെ തണലിന്റെ ഷെയ്ഡിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിരിക്കാനൊക്കെ പറ്റും. ഈ മഴ അധികം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നല്ല ഒരു ഓഫ്സെറ്റ് റൂഫിൽ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇവിടേക്കൊന്നും അധികം നനവൊന്നും അധികം വരത്തില്ല. അതെ, കൊള്ളാം കേട്ടോ. ഭാവിയിൽ ഞാൻ ആലോചിക്കുകയാണ് ഈ വീടിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഷേപ്പ് മാറ്റി പല പല ഇടങ്ങളുള്ളതുകൊണ്ട് ഇല്ല, ഇതിനൊക്കെ വേണമെങ്കിൽ വേറെ രീതിയിലേക്ക് മാറ്റാം. ഇപ്പൊ ഇവിടുത്തെ വാൾ വന്നിരിക്കുന്നുണ്ട് ഒരു ബ്രിക്ക് അല്ലേ, മഡ് ബ്രിക്കിന്റെ ഒരു ക്ലാഡിംഗ് ആണ്. ഈ ക്ലാഡിംഗ് ആണ് നമ്മൾ എലിവേഷനിൽ കണ്ട വാട്ടർ ടാങ്കിന്റെ ടവറായിട്ട് എക്സ്റ്റെൻഡ് ആയി പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ വരാന്തയിലാണെങ്കിൽ നമുക്ക് ചില പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും ചാരുകസേര. അതെ, സാറിന്റെ ഫാദർ ഉണ്ട് ഇവിടെ, യൂസ് ചെയ്യാറുണ്ട്, സാർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഒരു ഈവനിങ് ടൈമിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ കോട്ടയാട് ശാന്തമായിട്ട് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. വീടിന്റെ ഒരു മെയിൻ ഹാർട്ട് അല്ലേ. ഇത് ഉപയോഗിക്കാൻ ഇവിടെ ആളുണ്ട്. അതെ, ആളുണ്ട്, ഷോയ്ക്കല്ല. അതെ. അപ്പൊ ഈ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് നിൽക്കുന്ന ഈ സ്റ്റെയർ വീടിന് ഒരു പ്രത്യേക ഭംഗി കൂട്ടുന്നുണ്ട്. അതെ, ഈ നമ്മുടെ മെയിൻ വ്യൂ നോക്കുമ്പോൾ അതൊരു എക്സ്ട്രാ എലമെന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ എലമെന്റ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എൻട്രി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, എൻട്രി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഒരു പ്രൈവറ്റ്, ഇത് സ്റ്റഡി ഏരിയ ആണോ? ഇതൊരു ഫാമിലി യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അവർക്ക് അയൺ ചെയ്യാം, സ്റ്റഡി പഠിക്കുന്ന പർപ്പസിന് യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. അതെ, ഇവിടെ തന്നെ നമ്മുടെ വലിയ കോട്ടയാട്ടിലേക്ക് ഇത് ഓപ്പൺ ചെയ്ത് അവർ അങ്ങോട്ടൊരു വിഷ്വലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ, ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ? ഇത് മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് ആ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി ഉള്ള ഒരിടമാണ്. പ്രോപ്പർ പ്രൈവസി കൊടുത്തുകൊണ്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് ഞാൻ കണ്ടത് ഇതിന്റെ ഫ്ലോറിങ് കുറച്ച് ഡിഫറെന്റ് ആണ്. സാധാരണ ടൈലോ മാർബിളോ ഒന്നും. ഇതെന്താ? ഇതൊരു സാൻഡ് സ്റ്റോണിന്റെ ഒരു വേരിയന്റ് ആണ്. ഗ്രേ സാൻഡ് സ്റ്റോൺ എന്നാണ് ഇതിന് നമ്മുടെ സ്പെക്ക് വരുന്നത്. ഗ്രേ സാൻഡ് സ്റ്റോൺ എന്നാണ്. അപ്പൊ ഇതിന്റെ ടെക്സ്ചർ നോക്കിയാൽ തന്നെ ഒരു ബീച്ചിലെ കാണുന്നത് വേവി, വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഒരു മണല്. അതെ, ആ രീതിയിലുള്ള ടെക്സ്ചർ ആണ് വരിക. ഓക്കെ. 2 സൈഡ് ടേബിളൊക്കെ ആയിട്ട് ബാക്കിലെ പാനലിങ് അത് കൊള്ളാലോ. ഇതെന്താ? ഇത് നമ്മൾ HTHMR PU ഫിനിഷിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവിടെ കണ്ട ആ ഒരു സ്ട്രൈപ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കിൽ അതേപോലെ തന്നെ തീം ഫോളോ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ. മുകളിൽ ഒരു റിബൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഒക്കെ സദാസമയം വീടിന്റെ ഉള്ളിൽ, ഈ റൂമിന്റെ ഉള്ളിൽ കിട്ടും. അതിനേക്കാളും വലിയൊരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് ഈ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ വാക്കിംഗ് വാർഡ്രോബും പിന്നെ അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് പോവാണ്. അതെ. അപ്പൊ ഈ ഇത് പറഞ്ഞോളൂ, ഇത് സ്റ്റെയർ ഇങ്ങനെ വരുന്നു. ഇതൊരു നാരോ കോറിഡോർ ഫീൽഡ് വന്നിട്ട് ഈ ലാൻഡിങ് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ വോളിയം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സെപ്പറേഷൻ ബോളായിട്ട് തന്നെ ഇവിടെ കൊടുത്തത്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നതാണല്ലോ. ഇത് കയറി വരുമ്പോൾ നമുക്ക് വലിയ വിശാലമായിട്ടുള്ള വീടിന്റെ ഒരു ഫുൾ സ്കെച്ച് എങ്ങനെയാണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതിന്റെ എന്താണോ ഇതിന്റെ മെയിൻ റൂഫ്, അടുത്ത ഫ്ലോർ, താഴത്തെ റൂംസിന്റെ ലിവിംഗ് റൂംസിന്റെ എല്ലാം കംപ്ലീറ്റ് വിഷ്വൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിലെത്തി. യെസ്. ഇവിടെ ഫുൾ ഒരു കോട്ട സ്റ്റോൺ, ഒരു പോളിഷ്ഡ് കോട്ട സ്റ്റോൺ നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോർ മൊത്തം ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി അല്ലേ, അപ്പർ ലിവിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ ഫർണിച്ചേഴ്സ് നമ്മൾ ഇങ്ങോട്ട്
മാറ്റി ഇമ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് പുതിയതൊന്നും മേടിക്കേണ്ടി വന്നില്ല. തന്നെ അതുപോലെ തന്നെ ആ ഒരു പഴയ ഒരു അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ അത് തന്നെ ഇവിടെ കീപ്പ് ചെയ്തു. കുറച്ചധികം പഴയ സ്പേസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഈ ഒരു ഹാളില് ഈ ഒരു ഇതിന്റെ വോളിയം കണ്ടില്ലേ, ഇത് നമുക്ക് ഇതിനകത്ത് മെയിൻലി വരുന്ന കംപ്ലീറ്റ്ലി വെന്റിലേറ്ററാണ്. ഈ ഒരു ലൂവേഴ്സ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി വെന്റിലേറ്റർ ആണ്. ഈസ്റ്റിൽ നിന്നുള്ള കാറ്റും വെളിച്ചം കയറും. അതേപോലെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വെന്റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ മുകളിലും പിന്നെ ഇവിടുന്ന് ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീനിയർ വിൻഡോ ഇല്ലേ, ഇവിടെ നമുക്ക് താഴത്തെ ആ കോർട്ട്യാർഡ് ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ബാൽക്കണിയാണ്. അപ്പം ഇത് നമുക്ക് മുകളിൽ നിന്ന് ഈ കോർട്ട്യാർഡ് കാണുന്ന രീതിയിലുള്ള വേണമെങ്കിൽ ഒരു ആംഫി തിയേറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ഫുള്ളി ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട്. കൊള്ളാം. കോർട്ട്യാർഡ് സ്പേസ് മാത്രമല്ല, പുറത്തെ ലാൻഡ്സ്കേപ്പ് കൂടെ നമുക്ക് ഇവിടുന്ന് കാണാം. ലാൻഡ്സ്കേപ്പും കാണാം. അതൊന്നും നമ്മൾ ഈ റൂഫ് വെച്ചൊന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൗത്ത് സൈഡ് ആയതുകൊണ്ട് ആ വെയിലിനെ ഇങ്ങോട്ട് അടിക്കാത്ത രീതിയിൽ ഈ ഇത്രയും റൂഫ് ഇറക്കിയിട്ടിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഹീറ്റിനെ. ഓക്കെ. ഇത് വുഡാണോ മുകളിൽ ചെയ്തിരിക്കുന്നത്? ഇത് സീലിംഗ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ വുഡ് തന്നെയാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് ആ ലാൻഡ്സ്കേപ്പിലേക്ക് കയറുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവർക്കൊന്ന് കാറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിൻഡോ കൊടുത്തേക്കുന്നത്. സൗത്ത് സൈഡും കൂടെ ആയതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്തത്. വളരെ തുറന്ന മനസ്സുള്ള ആളുകളാണെന്ന് തോന്നുന്നു വീട്ടിലുള്ളത് കേട്ടോ. ഇത് വാതിലാണോ? അത് വാതിലല്ല, അതിന്റെ മുകളിലാണ് വിൻഡോ വരെ, താഴെ ഫിക്സഡ് ഗ്ലാസ് വരെ. ഇത് വാതിലാണെങ്കിൽ നല്ല കോമഡി ആയിരുന്നു. നേരെ CID മ്യൂസിക്കകത്ത് ആ പാട്ടിനിടയ്ക്ക് ചാടുന്ന പോലെ ചാടാമായിരുന്നു. കണ്ടോ, ഒറ്റ നോട്ടത്തിൽ അത് വാതിലാന്നേ തോന്നുള്ളൂ. ഇത് നമ്മുടെ താഴെയുള്ളത് തന്നെ 2 ബെഡ്റൂമുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇവിടുത്തെ കുട്ടികളുടെ റൂമാണ് മുകളിൽ വന്നിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം ഒരേ സൈസാണോ? ഗ്രൗണ്ട് ഫസ്റ്റും എന്താണോ അത് അതിന്റെ മുകളിൽ വരുന്ന ആ ഏരിയ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മാസ്റ്റർ ബെഡ്റൂം സൈസ് തന്നെയാണ് മുകളിൽ വരുന്നതിന്റെ. അതേപോലെ സെക്കൻഡ് ബെഡ്റൂമിന്റെ സൈസാണ് ഈ 4th ബെഡ്റൂമിന്റെ വന്നിരിക്കുന്നത്. യെസ്. ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ബാൽക്കണി. ഈ ഏരിയയിൽ നമ്മൾ ഇത് നമ്മുടെ നോർത്ത് സൈഡാണ്. ഇങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇത് കിച്ചന്റെ ബാക്ക് ആയതുകൊണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കള കൃഷി, അത്യാവശ്യം വാഴ കൃഷി എല്ലാം ഉണ്ട്. മേളത്തെ ബെഡ്റൂമിന്റെ ഒരു ഡ്രസ് ഏരിയ ആയിട്ട് ഈ പോർഷൻ ഒരു ഫുൾ ഹൈറ്റ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നോർമലി ഉള്ള പോലെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഉള്ള ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ? ഇവിടെ ലൈബ്രറി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. തൊട്ടപ്പുറമുള്ള യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് എടുക്കാം. രണ്ട് സൈഡിൽ നിന്ന് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അനിയത്തി പ്രാവിലെ പോലെ ഒരേ പുസ്തകം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 പേര് കൈവച്ചെടുക്കുന്ന പോലെ. ഇനി നമ്മുടെ ബെഡ്റൂം സ്പേസ്. മുകളിൽ താമസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഇവർക്ക് എക്സ്ട്രാ ഒരു വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് ബാൽക്കണി ആക്കാണ്ട് വരിക. അപ്പൊ ബെഡ്റൂം കുറച്ചുകൂടെ വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ബാൽക്കണി സ്പേസ് നല്ല രസമാണ്. അത് ഇങ്ങനെ തന്നെ ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനത്തെ കാൻഡിലിവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊള്ളാട്ടോ. ഇത് കുറച്ചുകൂടെ എനിക്ക് ബ്രൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിലൊക്കെ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ തന്നെ വുഡൻ പാനലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ലൂവേഴ്സും എല്ലാം ചെറിയ ഗ്യാപ്സ് ഉള്ളതുകൊണ്ട് തന്നെ വെന്റിലേറ്റഡ് ആണ്. ചൂടില്ലാത്ത രീതിയിൽ തന്നെ നിൽക്കാൻ പറ്റും. നൈസ്. ഹെഡർ സ്പേസിന്റെ അതേ തീം തന്നെ ഇവിടെ സ്റ്റഡി ടേബിളിന്റെ ഡോസും ഡ്രോയേഴ്സിന്റെ ഡോസും എല്ലാം ലൂവർ ടൈപ്പ് ഇതാ വന്നിരിക്കുന്നത്. നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ വാക്കിംഗ് വാർഡ്രോബും ഒരു അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും താഴത്തെ നമ്മൾ സെയിം ലേഔട്ട് തന്നെയാണ്. ഇതിന് നേരെ താഴെ എന്താണോ ആ സെയിം ലേഔട്ട് തന്നെ ഇവിടെ ഫോളോ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടില് ബാൽക്കണി കണ്ട് തീരെയില്ല. മെയിൻ എലിവേഷനിൽ വരുന്നൊരു പാർട്ടാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ടൈലായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ലാൻഡ്സ്കേപ്പ് കൊണ്ട് ഈ വീട്ടുകാർ ഭയങ്കര റിച്ച് ആണ്. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോഴല്ലോ ഇത് വെച്ചാൽ ആ പുല്ലിന് ചെറിയൊരു ഉണക്ക് തട്ടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടല്ലോ. വലിയൊരു കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന പ്രതീതിയായിരിക്കും അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഒരു കോട്ടയാടിലേക്ക് ഇവിടെ നിന്ന് നോക്കാം അല്ലേ? ഈ സൈഡിൽ നിന്ന് ഒരു വ്യൂ ഉണ്ട്. അത് നമ്മൾ ഈ റൂഫ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതിന്റെ സപ്പോർട്ട്സ് ആണ് ഈ കാണുന്നതൊക്കെ. നേരെ കാണുന്നതൊക്കെ ആ സപ്പോർട്ട്സ് ആണ്. അവിടേക്ക് എവിടെ നിന്നൊക്കെ വ്യൂ വരുന്ന പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി എവിടെ നിന്നാണ് നമുക്ക് ഈ കോട്ടയാടിലേക്ക് ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഭാവിയിൽ വേണമെങ്കിൽ റൂം ആക്കി എടുക്കാന്ന് എനിക്ക് തോന്നുന്നു. കംപ്ലീറ്റ്ലി ബീം വെച്ചിട്ട് സപ്പോർട്ടാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ലോഡ് ചെയ്യാൻ പറ്റും. ഈ വീടിന്റെ എലവേഷന്റെ ഭംഗി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ലൂവർ ടൈപ്പുള്ള അല്ലേ? അതെ, ഒരു വെർട്ടിക്കൽ ലൂവർ. അത് വുഡൻ പ്ലാങ്ക്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓവറോൾ ഒരു സ്ക്രീൻ ഫീൽ, അത് കംപ്ലീറ്റ്ലി ഒരു ഇവിടുന്ന് നമ്മൾ അറ്റം വരെ നോക്കിയാൽ ടേപ്പർ ചെയ്ത് മേലിലേക്ക് പോകുന്ന സ്ക്രീനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ താഴത്തെ സീലിങ്ങിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിശാലമായ ഒരു ഗംഭീര പ്ലോട്ടിലെ വിശാലമായ അടിപൊളി വീട്. പ്രണവ് ലാൽ
പ്രണവ് ലാലിൻ്റെ കരവിരുതിൽ വരുന്നിട്ടുള്ളൊരു സൂപ്പർ വീടാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാം ഈ വീട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. തുറന്ന ഇഷ്ടം പോലെ എന്താ പറയുക പോസിറ്റിവിറ്റി ഉള്ളൊരു വീടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സദാസമയവും വായു സഞ്ചാരവും പ്രകാശവും സഞ്ചരിക്കുന്നൊരു വീടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നന്നായിട്ടുണ്ട് കേട്ടോ. കൺഗ്രാറ്റ്സ് ബ്രോ. താങ്ക് യു. സെറ്റാണ്. അപ്പം പ്രണവ് ലാലിൻ്റെ പാരലൽ പ്രൊജക്ട്സിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ യെസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടോ. ബൈ പറയുന്നല്ലേ. ബൈ.